نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതം റഹ്മാനായ റബ്ബിന് തൃപ്തികരമായ രൂപത്തിൽ നിർവഹിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്കിടയിൽ പരസ്പരം പാലിച്ചിരിക്കേണ്ട കടമകളാണ് എന്ന് പഠിപ്പിച്ചു നൽകിയ വളരെ സുപ്രധാനമായ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിയത്. ഒരു സത്യവിശ്വാസിയെ കണ്ടുമുട്ടിയാൽ ഫസല്ലിം അലൈഹി, നീ അവനോട് സലാം പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ വഇദാ ദഅാക ഫഅജിബ്ഹു, അവൻ നിന്നെ ക്ഷണിച്ചാൽ ആ ക്ഷണത്തിന് മറുപടി കൊടുക്കേണ്ടതുണ്ട്, അത് സ്വീകരിച്ചുകൊണ്ട് മറുപടി കൊടുക്കേണ്ടതുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയ മൂന്നാമത്തെ കാര്യമായി നമുക്ക് ഹദീസിൽ കാണാം, വഇദാ ഇസ്തൻസഹക ഫൻസഹ് ലഹു, നിന്നോട് മുസ്ലിമായൊരു സഹോദരൻ നസീഹത്ത് ആവശ്യപ്പെട്ടാൽ അവന് നീ നസീഹത്ത് കൊടുക്കണം. ഒരു സദുപദേശം അവന്റെ ദുനിയവിയായ അതല്ലെങ്കിൽ പാരത്രികമായ ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്ന നല്ല ഒരു ഉപദേശം ചിലപ്പോൾ അവൻ നിന്നോട് തേടിയെന്നിരിക്കും. ചിലപ്പോൾ അവന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ അവൻ ഏറെ പ്രാധാന്യത്തോടുകൂടെ ഒരു വീട് വെക്കാൻ താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നു, തൻ്റെ മകന്റെ മകളുടെ വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ ഭൗതികമായി നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ, അതുമല്ലെങ്കിൽ നമ്മളുടെയൊക്കെ
ജീവിതത്തിൽ വിശ്വാസികളെന്ന നിലക്ക് വളരെ പ്രധാനപ്പെട്ട നാളത്തെ പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അങ്ങനെ നമ്മളോടൊരു നസീഹത്ത് ആവശ്യപ്പെടുകയാണ്, ഒരു ഉപദേശം ചോദിക്കുകയാണ്. നിങ്ങൾ അവർക്ക് ഉപദേശം കൊടുക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നത്. അപ്പൊ ഇത് വിശ്വാസികൾക്കിടയിൽ പരസ്പരം ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കടമയായി, ബാധ്യതയായി അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പറഞ്ഞതിന്റെ ചുരുക്കം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് നസീഹത്തുള്ളവനായിരിക്കണം, അവന്റെ ഗുണം ആഗ്രഹിക്കുന്നവനായിരിക്കണം, അതിനു വേണ്ടി പരിശ്രമിക്കുന്നവനും സഹകരിക്കുന്നവനുമായിരിക്കണം. മുസ്ലിമായ ഒരു സഹോദരന് നന്മ വരണമെന്നാണ് നാം ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ടാണ് അവനൊരു ഉപദേശം ചോദിക്കുമ്പോൾ അവൻ ഏറ്റവും നന്മയുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അവൻ ഏതെങ്കിലും നിലക്ക് ഒരു പ്രയാസത്തിൽ പോയി അകപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അപ്പം മുസ്ലിമീങ്ങൾ പരസ്പരം നസീഹത്ത് വെച്ച് പുലർത്തേണ്ടവരാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, അവിടുന്ന് പറയുകയാണ്, ഇന്ന ദീന അന്നസീഹ. ഈ ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ, ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഗുണകാംക്ഷയാണ്, നസീഹത്താണ്. പ്രവാചകൻ അത് 3 തവണ ആവർത്തിക്കുകയാണ്. 3 തവണ ഈ കാര്യം ആവർത്തിക്കുകയാണ്. ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ്, പരസ്പരം നമ്മൾ ആഗ്രഹിക്കേണ്ട ഗുണകാംക്ഷയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഞങ്ങൾ ആരോടൊക്കെയാണ് ഈ നസീഹത്ത് വെച്ചു പുലർത്തേണ്ടത്? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ലില്ലാഹി, അല്ലാഹുവിനോട് ഈ പറയപ്പെട്ട നസീഹത്ത് ഉണ്ടായിരിക്കണം, വകിതാബിഹി വറസൂലിഹി വഅഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹിം, റബ്ബിന്റെ വേദഗ്രന്ഥത്തോടും അതുപോലെ തന്നെ റസൂലിനോടും ഈ ഉമ്മത്തിലെ അഇമ്മത്തിനോടും നേതാക്കന്മാരോടും പണ്ഡിതന്മാരോടും അതുപോലെ തന്നെ അവരിൽപ്പെട്ട സാധാരണക്കാരോടും, ഇവരോടൊക്കെ നമുക്ക് ഗുണകാംക്ഷയാണ് വേണ്ടത്. ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ചേർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളായ സഹോദരന്മാരോട് നമുക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാന വികാരം അവർക്കൊക്കെ നന്മ വരണമെന്നാണ്. ഇത് ഇസ്ലാം തേടുന്ന, ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ട കാര്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്. നമ്മൾ നോക്കുക, വിശുദ്ധ ഖുർആനിൽ മഹാന്മാരായ അമ്പിയാക്കന്മാരെ കുറിച്ച് പഠിച്ചാൽ അവരുടെയൊക്കെ അഖ്വാലുകൾ, അവരുടെയൊക്കെ സംസാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കൊടുക്കുന്നുണ്ട്. മഹാനായ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി, ഞാൻ എൻ്റെ റബ്ബിന്റെ സത്യസന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു നൽകുകയാണ്. എന്നിട്ടോ വഅന ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു സതുപദേശകനാണ്, നസീഹത്തുള്ള ഒരു മനുഷ്യനാണ് ഞാൻ നിങ്ങൾക്ക് എന്ന് മഹാനായ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. അമ്പിയാക്കന്മാരൊക്കെ ഇത്തരത്തിൽ വളരെയേറെ ഗുണകാംക്ഷ ആഗ്രഹിക്കുന്നവരായിരുന്നു, ഗുണം പ്രതീക്ഷിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾ എങ്ങനെയെങ്കിലും ഹിദായത്തിലാകണമെന്നാണ് അവരാഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെല്ലുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയുമോ? ഹദീസിൽ കാണാൻ സാധിക്കും, ബായഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇഖാമിസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തണം എന്ന വിഷയത്തിൽ ഞാൻ പ്രവാചകന്റെ മേൽ ബൈഅത്ത് ചെയ്തു, ഞാനിനി നിസ്കാരം നിലനിർത്തും എന്ന കാര്യത്തിൽ ബൈഅത്ത് ചെയ്തു. സകാത്ത് കൃത്യമായി കൊടുക്കുമെന്ന കാര്യത്തിലും ഞാൻ ബൈഅത്ത് ചെയ്തു. ശേഷം ഹദീസിൽ കാണാം, വന്നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങളോടും എനിക്ക് നസീഹത്തായിരിക്കും, അവർക്ക് ഗുണമായിരിക്കും ഞാൻ ആഗ്രഹിക്കുക എന്ന കാര്യവും ഞാൻ ബൈഅത്ത് ചെയ്തു. കണ്ടോ, ബൈഅത്ത് ചെയ്യുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യമാണ്.
പരസ്പരം മുസ്ലിമീങ്ങളെ ഗുണമാഗ്രഹിച്ചുകൊണ്ടാണ് അവരെ സമീപിക്കേണ്ടത് എന്ന് ബൈഅത്ത് ചെയ്യിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാർ, ഇത് നമ്മളെമ്പാടും വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പരതി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇങ്ങനെയായിരിക്കണം മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ. മാത്രമല്ല, നമ്മൾ നോക്കുക, മഹാന്മാരായ സ്വഹാബികളിൽ ചിലർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അവർ പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി ലഇൻ ശിഅ്തും ലഉഖസ്സിമന്ന ലക്കും ബില്ലാഹ്. നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ അല്ലാഹുവിനെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയാം. എന്നിട്ട് എന്താ പറയുന്നതെന്ന് അറിയുമോ? അദ്ദേഹം പറയുകയാണ്, ആ സ്വഹാബി പറയുകയാണ്, അഹബ്ബ ഇബാദില്ലാഹി അല്ലദീന യുഹബ്ബിബൂന അല്ലാഹ ഇലാ ഇബാദിഹി. അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും റബ്ബിന് പ്രിയപ്പെട്ട ആളുകൾ, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട റബ്ബിന്റെ അടിമകളാണ് ആരാണെന്നറിയുമോ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അള്ളാഹുവിന്റെ അടിമകളിലേക്ക് ഇഷ്ടപ്പെടുത്തുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ റബ്ബിനെ കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഇഷ്ടമുണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ. എന്നിട്ട് ശേഷം അദ്ദേഹം പറയുന്നു, വയസ്അഊന ഫിൽ അർദി ബിന്നസീഹ. മാത്രമല്ല, അവർ ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നസീഹത്തോടു കൂടെയാണ്. എല്ലാവർക്കും ഗുണം വരണം, മുസ്ലിമീങ്ങളായ ആളുകൾക്കൊക്കെ ഖൈർ വരണമെന്ന പ്രതീക്ഷയായിരിക്കും അവരുടെ മനസ്സിൽ. അങ്ങനെയാണ് അവരുടെ സഞ്ചാരമൊക്കെ. ഇങ്ങനെയുള്ള ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായ ആളുകളെന്ന് മഹാന്മാരായ സ്വഹാബികൾ പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ടാണ് അബൂബക്കർ അൽ മുസനി റഹിമഹുല്ലാ, അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതായി കാണാം. അദ്ദേഹം പറയുന്നു, മാ ഫാഖ അബൂബക്കർ. നമുക്ക് എല്ലാവർക്കും അറിയാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി, തർക്കമില്ലാത്ത കാര്യമാണ്, അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ അൽ മുസനി റഹിമഹുല്ലാ പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സ്ഥാനം നേടിയെടുത്തത്, ഇത്രയും വലിയ ശ്രേഷ്ഠത അദ്ദേഹം കൈവരിച്ചത് അസ്ഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ മറ്റ് ഇതര സ്വഹാബികളും ഉണ്ടല്ലോ, ആ സ്വഹാബികളെക്കാളൊക്കെ വലിയ സ്ഥാനം അദ്ദേഹത്തിന് കൈവരിക്കാൻ സാധിച്ചത് അത് ബിസലാത്തിൻ വലാ ബിസിയാമിൻ, നമസ്കാരവും നോമ്പും കൊണ്ടൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ നമസ്കാരവും നോമ്പും ഒരു ഗുണവും ഉണ്ടാക്കിയിട്ടില്ല എന്നല്ല, മറിച്ച് അതൊക്കെ മറ്റിതര സ്വഹാബികളും അവരുടെ ജീവിതത്തിൽ നിർവഹിച്ചിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ അദ്ദേഹത്തിനുണ്ടായ ഒരു മേന്മയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, വലാകിൻ ബിശൈഇൻ കാന ഫീ ഖൽബിഹി. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന മറ്റൊന്നായിരുന്നു അദ്ദേഹത്തെ ഇത്രമാത്രം ഉയർത്തിയത്. അതെന്താ? പണ്ഡിതന്മാർ പറയുന്നു, അത് ഈ പറയപ്പെട്ടതുപോലെ മറ്റുള്ള സൃഷ്ടികളോടുള്ള നസീഹത്താണ്. ആളുകൾക്ക് നന്മ വരണമെന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള അത്യുൽകടമായ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ നിലക്കായിരുന്നു ആളുകളെ സമീപിച്ചിരുന്നത്, അവർക്ക് സതുപദേശം നൽകിയിരുന്നത്, അവർ ചെയ്ത തെറ്റുകളെ കൈപിടിച്ചുകൊണ്ട് തിരുത്തി കൊടുത്തിരുന്നത്. ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ഉയരാൻ സാധിച്ചു എന്നുള്ളതാണ്. ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യനായി അദ്ദേഹത്തെ മാറ്റിയെടുക്കാനത് ഈ ഒരു ചിന്ത, ഈ ഒരു മനസ്സിലെ ഒരു കാര്യം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാർ, നമ്മളൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്, എന്റെ അപരനായ സഹോദരനെ സംബന്ധിച്ച് അവർ നന്മ വരണമെന്നായിരിക്കണം ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ നിന്നോട് ആവശ്യപ്പെടുന്ന നസീഹത്തിന് അവന് നസീഹത്ത് കൊടുക്കണമല്ലോ. ആ നസീഹത്ത് എങ്ങനെയുള്ള നസീഹത്തായിരിക്കണം? അവർ പറയുന്നു, അൻ തഖ്താറ ലഹു ഇദാ സ്തൻസഹക മാ തഖ്താറുഹു ലിനഫ്സിക്. നീ നിന്റെ കാര്യത്തിൽ ഏതൊരു കാര്യമാണോ തിരഞ്ഞെടുക്കുക അത് നിന്റെ സഹോദരനും വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാനോ നിങ്ങളോ നമ്മളുടെ കാര്യത്തിൽ ഒരിക്കലും ഒരു പ്രയാസം വരണമെന്ന് ആഗ്രഹിക്കുകയില്ല, അല്ലേ? എൻ്റെ കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയില്ല. ഞാൻ വാങ്ങുന്ന ഒരു വാഹനം അത് മോശപ്പെട്ട വാഹനമാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയില്ല. അതിനേക്കാളൊക്കെ ഉപരിയായി നാളെ എൻ്റെ പരലോകം അത് നശിച്ചു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയില്ല. നാളെ നരകത്തിന്റെ അവകാശിയായി തീരണം ഞാൻ എന്നും ഞാൻ ആഗ്രഹിക്കുകയില്ല. സഹോദര, നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ സഹോദരനും ഈ ഒരു ചിന്തയായിരിക്കാം ഉണ്ടായിരിക്കേണ്ടത്. അവന്റെ കാര്യത്തിലും ഞാൻ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്, അവനെക്കുറിച്ചും ഞാൻ വിചാരിക്കേണ്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരത്തിൽ അവനോട് എപ്പോഴും ഈ ഒരു ഗുണകാംക്ഷ പ്രതിഫലിക്കേണ്ടതുണ്ട് എന്നാണ്. ഇതാരാ പറയുന്നത്? മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി.
ഒരാളുടെ വിശ്വാസം പൂർണ്ണമായി തീരണമെങ്കിൽ, ഒരാൾ പരിപൂർണ വിശ്വാസിയായി തീരണമെങ്കിൽ താൻ തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടേണ്ടതുണ്ട് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചു നൽകുന്നത്. നമുക്ക് നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ നമ്മളുടെ സഹോദരന്മാരെ കുറിച്ചും നന്മയാണ് ആഗ്രഹിക്കേണ്ടത്. ആ ഒരു അടിസ്ഥാനപരമായ ചിന്തയുള്ള ഒരാളോടാണ് നസീഹത്ത് ആവശ്യപ്പെടണമെങ്കിൽ ആ മനുഷ്യൻ കൊടുക്കുന്ന നസീഹത്ത് അത് സ്വാഭാവികമായിട്ടും വളരെ നല്ല നസീഹത്തായിരിക്കും. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, ഫഅലൈക അൻ തൻസഹഹു, നിന്നോട് ഒരാൾ നസീഹത്ത് ചോദിക്കുകയാണെങ്കിൽ അയാൾക്ക് നീ ഉപദേശം കൊടുക്കണം. വലാ തുദാഹിനഹു വലാ തഹുശഹു, നീ അവനെ പറ്റിക്കാൻ പാടില്ല, അവനെ വഞ്ചിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സോപ്പിട്ടുകൊണ്ട് നീ സംസാരിക്കാൻ പാടില്ല. കാര്യം ഹഖായത് അവന് പറഞ്ഞു കൊടുക്കണം. അവന് ഉപദ്രവകരമായ ഒരു കാര്യമാണെങ്കിൽ അത് ഉപദ്രവമാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. നീ ഈ കാര്യം, ഈ കച്ചവടം, ഇന്ന കാര്യം തുടങ്ങിയാൽ നിന്നെ അപകടത്തിൽ കൊണ്ടെത്തിക്കും എന്നവനോട് പറഞ്ഞു കൊടുക്കണം. അതല്ലാതെ ഏതെങ്കിലും നിലക്ക് പൊതിഞ്ഞ നിലക്ക് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മോശപ്പെട്ട ഒരു കാര്യമായിരിക്കരുത് അവന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു നൽകുകയാണ്. അവരോട് ഹക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞു നൽകുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അൽ മുസ്തശാറു മുഅ്തമനുൻ, നമ്മളൊരാളോട് മുശാവറ നടത്തുകയാണെങ്കിൽ, അല്ലെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ, ഏതൊക്കെയോ കാര്യങ്ങൾ നമ്മളുടെ സഹോദരന്മാരുമായി പരസ്പരം ചർച്ച നടത്താറുണ്ട്. അങ്ങനെ ചർച്ച നടത്തപ്പെടുന്ന വ്യക്തി, നമ്മൾ ആരോടാണോ ചർച്ച നടത്തുന്നത് അയാൾ മുക്തമനാണ് എന്നാണ്. അഥവാ അയാൾ വിശ്വസിക്കപ്പെടേണ്ട വ്യക്തിയാണ്. അയാൾ വഞ്ചന കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖശനാ ഫലൈസ മിന്നാ, ആരാണോ നമ്മെ വഞ്ചിച്ചത് അവൻ നമ്മിൽപ്പെട്ടവനല്ല. അപ്പൊ വഞ്ചനയുടെ സ്വഭാവം എടുക്കുക എന്നത് പാടില്ലാത്തതാണ്. വിശ്വാസികൾ പരസ്പരം നസീഹത്തോടുകൂടെ പരസ്പരം ഗുണകാംക്ഷ ആഗ്രഹിച്ചുകൊണ്ട് ആ നിലക്ക് പരസ്പരം സംസാരിക്കേണ്ടവരാണ് എന്ന് ഈ ഹദീസുകളൊക്കെ പഠിപ്പിച്ചു നൽകുകയാണ്. അതിനൊരു ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാം. മഹദി ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ, അവർ നിലവിലുണ്ടായിരുന്ന അവരുടെ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം ചെയ്യപ്പെട്ടുകൊണ്ട് ഇദ്ദയിലിരിക്കുന്ന കാലഘട്ടം. അങ്ങനെ ഇദ്ദയൊക്കെ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവർ വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ അടുക്കൽ 2 ആളുകൾ വിവാഹം അന്വേഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് മുആവിയ ബിൻ അബി സുഫിയാനാണ്. മുആവിയ അബൂ സുഫിയാന്റെ മകനായ മുആവിയയാണ് ഒരാൾ. മറ്റൊന്ന് അബൂജഹമാണ് എന്റെ അടുക്കൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ 2 ആളുകൾ എന്റെ അടുക്കൽ വിവാഹം അന്വേഷിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നിരുന്നു. അപ്പൊ ഞാൻ ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്നാണ് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അമ്മ അബൂജഹം. ഈ ഓരോരുത്തരെ കുറിച്ചും പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. അബൂജഹം എന്ന് പറയുന്ന വ്യക്തി ഫലാ യദഅ അസാഹു അൻ ആതിഖിഹി, അദ്ദേഹം തന്റെ വടി തന്റെ തോളത്തുനിന്ന് ഇറക്കാറില്ല. അഥവാ എപ്പോഴും യാത്രയിലാണ്. എപ്പോഴും യാത്രയുള്ള ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ നീ വിവാഹം കഴിക്കരുത്. മുആവിയാവട്ടെ, അദ്ദേഹത്തിന്റെ കയ്യിൽ പണമൊന്നുമില്ല, ദരിദ്രനായിക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രവാചകൻ ഏതൊരു സ്ത്രീക്കും യോഗ്യനായ വരനാരാണോ അത് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഇന്ന പെണ്ണിന് ഇന്ന ആൾ യോജിക്കുകയില്ല എന്ന് പ്രവാചകൻ ആ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് നീ ഉസാമയെ വിവാഹം കഴിക്കണം, ഉസാമയെ വിവാഹം കഴിക്കണം എന്നവരോട് പറഞ്ഞു കൊടുക്കുകയും മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ ഹദീസിന്റെ ശേഷം കാണാൻ സാധിക്കും, ഞാനത് സ്വീകരിക്കുകയും എന്റെ ജീവിതത്തിൽ അത് വളരെ വലിയ നേട്ടമുണ്ടാക്കുകയും ചെയ്തു എന്ന്. കണ്ടോ, പ്രവാചകനോട് ചോദിച്ച ഒരു പരസ്പരം ചർച്ച ചെയ്ത ഒരു കാര്യത്തിൽ ഏതെങ്കിലും മറച്ചു പിടിച്ചുകൊണ്ടല്ല സംസാരിച്ചത്. ആ സ്ത്രീക്ക് എന്താണോ ഗുണകരമായിട്ടുള്ളത്, അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്താണോ ഹൈറായിട്ടുള്ളത് അത് പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹമൊക്കെ ആലോചിച്ച് വരുമ്പോൾ ഈ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീയെ വിവാഹമാലോചനയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു വരുമ്പോൾ ആ ഇന്ന ആളെ കുറിച്ചിട്ടാണ് ചോദിക്കുമ്പോൾ ആ ആള് മോശപ്പെട്ട വ്യക്തിയാണെങ്കിൽ ശറഈന്റെ നിയമപ്രകാരം അയാൾക്കുള്ള മോശം എന്താണോ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ആ കാര്യം പരസ്പരം പറഞ്ഞു കൊടുക്കുകയും ആ വിവരം അയാളെ ധരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പിന്നീട് അവർക്ക് അതിനുശേഷമുള്ള കാര്യങ്ങൾ അവർക്ക് തീരുമാനമെടുക്കാം.
അപ്പൊ പറഞ്ഞു വരുന്നത് വിവാഹം മുടക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല, മറിച്ച് അയാളുടെ അവസ്ഥയെ സംബന്ധിച്ച് മാന്യമായ നിലക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെ അതിനുശേഷമായിരിക്കണം അവർ എടുക്കുന്ന തീരുമാനത്തിൽ അവർക്ക് എന്ത് വേണമെങ്കിലും തീരുമാനമെടുക്കാം. പക്ഷേ നമ്മളുടെ ഭാഗത്തു നിന്നൊരു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുക്കൽ വരിക, ഇത് വിവാഹാലോചന മാത്രമല്ല, ഇങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട് നസീഹത്ത് ചോദിക്കുന്ന ഏതെങ്കിലും ദുനിയവിയായ വിഷയങ്ങളിലാവട്ടെ ചോദിക്കുന്ന ആളുകൾക്ക് കൃത്യമായി നമുക്കറിയാവുന്ന വിവരങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളത് ദീൻ പഠിപ്പിച്ചു നൽകുന്ന അടിസ്ഥാനപരമായ കാര്യമായിട്ടാണ് വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് സഹോദരന്മാർ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും നമ്മളുടെ ജീവിതത്തിൽ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ നോക്കിക്കാണുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം ഉണ്ടായിരിക്കേണ്ട ബാധ്യതകളെക്കുറിച്ച്, കടമകളെക്കുറിച്ചാണ് പഠിപ്പിച്ചു നൽകുന്നത്. അതിൽപ്പെട്ട മൂന്നാമത്തെ കാര്യമായി നമ്മൾ മനസ്സിലാക്കിയത്, ഒരു മുസ്ലിമായ സഹോദരൻ തൻ്റെ മുസ്ലിമായ മറ്റൊരു സഹോദരനോട് നസീഹത്ത് ആവശ്യപ്പെട്ടാൽ, സതുപദേശം ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത് ദുനിയാവിൻ്റെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ പാരത്രികമായ വിഷയമായിരിക്കാം. ഏത് കാര്യത്തിലാണെങ്കിലും അത് നല്ല രൂപത്തിൽ സതുപദേശം കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. പക്ഷെ ഈ നസീഹത്ത് ചോദിക്കുന്ന മനുഷ്യൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യോഗ്യരായ ആളുകളോടായിരിക്കണം നസീഹത്ത് ചോദിക്കേണ്ടത്. യോഗ്യതയില്ലാത്ത ആളുകളോട് നസീഹത്ത് ചോദിച്ച് അപകടം ക്ഷണിച്ചു വരുത്തുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൗലുകളിൽ കാണാം, മഅ്മർ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുകയാണ്, അൻസഹുന്നാസി ലക മൻ ഖാഫല്ലാഹ ഫീക്. ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നോട് ഏറ്റവും നസീഹത്തുള്ള മനുഷ്യനെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിന്റെ കാര്യത്തിൽ ഭയമുള്ള വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ നിന്റെ വിഷയത്തിൽ റബ്ബിനോട് എത്രമാത്രം ഭയമുണ്ടോ അങ്ങനെയുള്ള ആളുകളാണ് നിന്നോട് ഏറ്റവും കൂടുതൽ നസീഹത്ത് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾ നുണ പറയില്ല, നമ്മളോട് ചതി കാണിക്കില്ല, വഞ്ചന കാണിക്കില്ല, അയാൾ ആ വിഷയത്തെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ആളാണ്, അത് ഇടപെടാനും കൈകാര്യം ചെയ്യാനും കഴിവുള്ള മനുഷ്യനാണ് എങ്കിൽ മാത്രമാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്. റബ്ബിനെ ഭയമുള്ള ആളുകളോടാണ് ആ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. കാരണം പല കോലം കിട്ടിയും നാസിഹങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇബ്ലീസ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഹവ്വയെയും ചതിച്ച് പുറത്താക്കുന്ന സമയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അവൻ അവരോട് പറഞ്ഞത്, അഥവാ ഇബ്ലീസ് എന്നുകൊണ്ട് പിന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹവ്വാ ബീവിയോടും പറഞ്ഞതെന്താ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, വഖാസമഹുമാ ഇന്നി ലകുമാ മിനൻ നാസിഹീൻ, ഞാൻ നിങ്ങൾക്ക് വലിയ നസീഹത്തുള്ള മനുഷ്യനാട്ടോ, നസീഹത്തുള്ള ആളാണട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരുടെ അടുക്കിലേക്കും ഇബ്ലീസ് കടന്നു ചെല്ലുന്നത്. ഞാൻ വലിയ നസീഹത്തുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടാണ്. ചിന്തിച്ചു നോക്കുക, വലിയ നസീഹത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ദീനും ദുനിയാവും ഫസാദിലാക്കുന്ന ആളുകളുണ്ടായിരിക്കും. അവരോട് കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ദീനും ദുനിയാവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരവസ്ഥയുണ്ടായിരിക്കും. അതുപോലെ തന്നെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ കണ്ടില്ലേ, യൂസുഫ് നബിയുടെ സഹോദരന്മാരും ഇതുപോലെ യൂസുഫ് നബിനെ പറ്റിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിൽ കാണാം, അവര് ഉപ്പയോട് പറഞ്ഞ വാക്കെന്താ, ഞങ്ങൾ യൂസുഫിനെ നല്ലപോലെ നോക്കിക്കൊള്ളാം, വഇന്നാ ലഹു ലനാസിഹൂൻ, ഞങ്ങൾ യൂസുഫിനെ വളരെ നസീഹത്തുള്ള മനുഷ്യന്മാരാണ്, അവരൊരു അപകടവും വരരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയി കുടുക്കിയത്. അപ്പൊ സഹോദരന്മാരെ, ഇത് പറഞ്ഞു വെക്കുന്നത് നമ്മൾക്ക് റബ്ബിനെ ഭയപ്പെടുന്ന, റബ്ബിനെ വിശ്വസിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളോടാണ് നസീഹത്ത് ചോദിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആനിലെ ഈ ഇത്തരത്തിലുള്ള വചനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു നൽകുന്നത്. അല്ലെങ്കിൽ പല ആളുകളും ഉണ്ടാകും, പല കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളുടെ ദുനിയാവിനെ നശിപ്പിച്ചു കളയുന്ന, ആഖിറത്തിനെയും നശിപ്പിച്ചു കളയുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകും, അല്ലെ? ഒരു ഹറാമായ കച്ചവടത്തെ സംബന്ധിച്ച് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ആ ഹറാമായ കച്ചവടം
നമ്മളുടെ ഒരു സഹോദരനുമായി ചർച്ച ചെയ്യുമ്പോൾ അത് ഹറാമാണ്, അത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ, അതല്ലെങ്കിൽ എൻ്റെ മകൻ എൻ്റെ മകൾ അവൻ ചേർക്കാൻ പോകുന്ന സ്ഥാപനം അതിൻ്റെ അവസ്ഥ ഇന്നതാണ്, മോശമാണ്, അവൻ അവിടെ നമസ്കരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ള നിലക്ക് അത് പറഞ്ഞു കൊടുക്കാൻ, അങ്ങനെ ജീവിതത്തിൽ ഏത് മേഖലകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ. ഞാൻ പലിശ വാങ്ങി വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ പലിശ ഒന്നുമില്ലാതെ എങ്ങനെയാ വീട് വെക്കാൻ പറ്റുക? പലിശ വാങ്ങിയിട്ട് ഞാൻ ഒരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാ പലിശയില്ലാതൊക്കെ വാഹനം വാങ്ങാൻ സാധിക്കാം? ഇങ്ങനെ സതുപദേശകന്റെ മുഖച്ഛായയിൽ പിശാചിന്റെ പണിയെടുക്കുന്ന ആളുകളുണ്ടായിരിക്കും. അവരോടല്ല നസീഹത്ത് ചോദിക്കേണ്ടത്, മറിച്ച് നമ്മൾ നസീഹത്ത് ചോദിക്കേണ്ടത് നല്ല ഉത്തമ ബോധ്യമുള്ള റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളോടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ദുനിയവിയായ കാര്യങ്ങളും ഉഖവിയായ കാര്യങ്ങളും ചോദിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതൊക്കെ ദീനിന്റെ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കഴിവിന്റെ പരമാവധി സൂക്ഷിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ശരിയായ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയിൽ വരുന്ന ഒരു സഹോദരൻ, അവരുടെ ഭാര്യ വളരെ ശാരീരികമായി ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ് എന്ന് അറിയുകയുണ്ടായി. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസം ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ രോഗം പരിപൂർണമായി ശിഫയാക്കി കൊടുക്കുകയും അവർ പഴയ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരികയും ഇബാദത്തുകളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ മാനസികമായ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മോട് ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂടുവാനുള്ള അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നമ്മളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. آمين آمين برحمتك يا أرحم الراحمين.